ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. കുറേ ആയി നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ കരിയർ ജേണി വീഡിയോ ഒക്കെ കുറെ എന്താ പറയുക നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോന മാഡത്തെയാണ്. നാട്ടിൽ നിന്ന് ഗൾഫിലെ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സോന മാഡത്തിന്. ലാസ്റ്റ് വീക്കിലാണ് എനിക്ക് തോന്നുന്നു സോന മാഡത്തിന് കിട്ടി. സോന മാം മെസ്സേജ് ചെയ്ത് എല്ലാവരും ബിസിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുന്നത് കേട്ടോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു കരിയർ ജേണി എങ്ങനെയാണ്. ഇപ്പൊ നാട്ടിലുള്ള ഒരു ടീച്ചർക്ക് അവിടുന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോ നമുക്ക് സോന മാഡത്തിനോട് തന്നെ ചോദിക്കാം. സോന, ഒന്ന് പറയൂ ആ കരിയർ ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഹായ് മാം, കേൾക്കാൻ. ഹായ്. ഞാൻ സോന, നാട്ടില് മലപ്പുറത്താണ്. ഓക്കെ. ഞാന് ബി.എഡ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ദുബായിലേക്ക് വിസിറ്റ് എടുത്ത് പോവാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ഏജൻസീസിന്റെ ആഡ് കാണുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പം കൊച്ചിയിലുള്ള ഒരു ഏജൻസി ത്രൂ ആണ്. അവിടെ ഡയറക്റ്റ് ക്ലൈന്റ് ഇന്റർവ്യൂ ആയിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പം അന്ന് അവിടെ ഇന്റർവ്യൂ നടന്നു, ഡെമോ എടുത്തു. അതുപോലെ നമ്മുടെ സി വി ഞാൻ നമ്മുടെ HBIT മാം പറഞ്ഞ അതേപോലെ തന്നെ CV ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ CV, ബേസിക് CV ആയിരുന്നു ഉണ്ടായത്. ബേസിക് CV അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു. അതുപോലെ നമ്മൾ സബ്ജക്ട് ബേസ്ഡ് ചെയ്തിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ട് ആയാൽ മാത്രമേ ടെസ്റ്റ് നടത്തുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഇന്റർവ്യൂ നടത്തി. പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ മാം പറഞ്ഞില്ല, മൈന്യൂട്ട് കാര്യങ്ങൾ, സ്മെല്ലടക്കം നമ്മൾ HBIT നമ്മൾ ആ സ്മെല്ലടക്കം മാം പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നത്. ആയിരുന്നു സോനയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ PG B.Ed ആണ്, M.Com ഉണ്ട്, MBA ഉണ്ട്, കൊമേഴ്സ് ആണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. ഈ ഏജൻസിയുടെ അടുത്ത് പോയിട്ട് പിന്നെ അപ്പൊ വേക്കൻസി ഉള്ളതിലേക്ക് CV കാര്യങ്ങളെല്ലാം കൊടുത്തു. ഏജൻസിയുടെ കയ്യിലാണോ കൊടുത്തത് അതോ അവര് ആദ്യം അവര് തന്നിട്ട് സോന സെൻഡ് ചെയ്യാണോ ചെയ്തത്? അല്ല, നമ്മൾ ഏജൻസിക്ക് CV സെൻഡ് ചെയ്തിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇന്റർവ്യൂവിന് നമ്മളെ വിളിച്ചത്. ഓക്കെ. ഈ ഡേറ്റും CV ടൈമും അവർ കൊടുക്കുന്ന സമയത്ത് CV മാത്രമാണോ കൊടുത്തത് അതോ സർട്ടിഫിക്കറ്റ് കോപ്പീസ്, ഫോട്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത് അവർക്ക്? CV കൊടുത്തു, സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു, പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം കൊടുത്തു അല്ലെ? B.Ed ഉണ്ടല്ലോ, M.Com B.Ed അല്ലേ? M.Com B.Ed. M.Com B.Ed. പിന്നെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവര്? ഫോട്ടോ അന്ന് ഇന്റർവ്യൂവിന് അന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോട്ടോ ചോദിച്ചു, പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. കോപ്പി, സർട്ടിഫിക്കറ്റ് കോപ്പി, CV. കാരണം എല്ലാം ജോബ് വിസ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അവര്. പിന്നെ സോനയുടെ അടുത്ത് ചോദിക്കാൻ അറ്റസ്റ്റഡ് ആയിരുന്നു സർട്ടിഫിക്കറ്റ്? അല്ല അല്ല അല്ല, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അല്ല, അല്ലാതെ തന്നെ കിട്ടി. ഇനി പോകുന്നതിന്റെ മുമ്പ് അറ്റസ്റ്റേഷൻ ചെയ്താൽ മതി ടെസ്റ്റ് ചെയ്യാൻ. അല്ലെ? പിന്നെ വിസക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്യാണ് അല്ലെ? ഓഫർ ലെറ്റർ വന്നു. ഈ ഓക്കെ. മെഡിക്കലിന് ഡേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവര് ഡീറ്റെയിൽസ് ഓക്കെ. തന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് മെഡിക്കലിന്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, VFS. ആ, അതായത് വിസ പ്രോസസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇനി ചെയ്യണം അല്ലെ? ആ അത് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിടക്കുന്നത്. അപ്പോ എനിക്ക് എന്താ സോനന്റെ അടുത്ത് ചോദിക്കാന്, സ്കൂളിനകത്തേക്ക് ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ? ഇല്ല ഓക്കെ. ഇല്ല ഇല്ല ഓക്കെ. അപ്പൊ എന്താ ഇവർക്ക് എത്ര ക്യാഷാണ് ഏജൻസിക്ക് ഒരു ജോബ് കിട്ടുന്നതിന് കൊടുക്കുന്നത്? ഇല്ല, ഇവര് ക്യാഷിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കലിന്റെ എക്സ്പെൻസും നമ്മളെ സർട്ടിഫിക്കറ്റ് എക്സ്പെൻസും മാത്രം നമ്മൾ എടുക്കാം. അതല്ലേ? ഓക്കെ. പിന്നെ കോസ്റ്റ് ടോട്ടൽ എത്രയാണ് വരുന്നത്? അതൊന്നും കൂടെ ഒരു ക്ലാരിറ്റി തരാൻ പറ്റുമോ? കോസ്റ്റ് നമ്മുടെ അടുത്ത് മെഡിക്കലിന്റെ എക്സ്പെൻസും സർട്ടിഫിക്കറ്റ്, അപ്പൊ മെഡിക്കലിന് 9,000 പ്ലസ് 1,500 ആണ് പറഞ്ഞത്. ആ, പിന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന്റെ എക്സ്പെൻസും പിന്നെ നമ്മൾ ടിക്കറ്റിന്റെ എക്സ്പെൻസ് നമ്മൾ എടുക്കും. ടിക്കറ്റ് നമ്മൾ കറക്റ്റ് എടുക്കണം, വിസ എല്ലാം നമ്മൾ സ്കൂൾ എടുക്കും. തരും. പിന്നെ ഇതും പിന്നെ ഏജൻസിന്റെ ക്യാഷ് ഇതിൽ പെടും അല്ലെ? അവർ ചെയ്തു ആ തരും. ഏജൻസിക്ക് മീൻസ് എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ അവിടെ പോയി പരിചയപ്പെട്ട ഒരു ഫ്രണ്ട്, അവർ ഏജൻസി ക്യാഷ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ ഈ 2 years ബാക്ക് ഓ, അവളെ ഫ്രണ്ട് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ ഏജൻസിക്ക് അധികം ക്യാഷ് ഒന്നും വരുന്നില്ല. അപ്പൊ എല്ലാം കൂടെ ഇപ്പോ ടിക്കറ്റിന്റെ ക്യാഷ് ഇല്ലാതെ ഒരു 10,500 എല്ലാം കൂടെ 20,000 ഒതുങ്ങുന്നുണ്ടാവും. മറ്റേ എക്സ്പെൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ പ്ലസ് ടിക്കറ്റ് അല്ലെ? ഓക്കെ. അപ്പൊ നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്ന ഒരു 50,000 ഉള്ളിൽ കോസ്റ്റ് വരുന്നേ ഉള്ളൂ. അതല്ലാതെ ഞാൻ നമ്മൾ ജസ്റ്റ് ഒരു ഗീവ് എന്നുള്ള രീതിയിൽ പോയതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു UAE-ലേക്ക് വിസിറ്റ് എടുത്ത് പോയി എന്നുള്ള അവിടെ രീതിയിൽ. ജോബ് നോക്കുക എന്നുള്ളതായിരുന്നു പ്ലാന്.
അതെ. അല്ലെ? ഹസ്ബൻഡ് എവിടെയാണ്? ഇവിടെ സൗദിയിലുണ്ടോ അതോ നാട്ടിലാണോ? ഇല്ല ഇല്ല, സിംഗിൾ പാരന്റ് ആണ്. ആ, സിംഗിൾ പാരന്റ് ആണോ? ശരി. അപ്പൊ ഇത്രയൊക്കെയാണ്. പിന്നെ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല കട്ടിയായിരുന്നു? എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇന്റർവ്യൂ നമുക്ക് സെൽഫ് ഇൻട്രോ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ. മാം. നോ പ്രോബ്ലം. നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മളൊക്കെ മക്കളെ വെച്ചിട്ടാണ് പഠിക്കുന്നതും എല്ലാം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും, കാണുന്നവരോട്, നമ്മളെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ കൂടെ ഇങ്ങനെ തന്നെ അല്ലേ? പഠിക്കാൻ വരുമ്പോഴും മക്കൾ കൂടെ ഉണ്ടാവും. നമ്മളെങ്ങനെ ഒരു എന്താ പറയുക, സ്ക്രീനിൽ വന്നിരിക്കുമ്പോഴും മക്കളുണ്ടാവും. അതുകൊണ്ടാട്ടോ ഇടയ്ക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്തൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സോനന്റെ അടുത്ത് ചോദിക്കുകയാണ്. സോന, ഡെമോൺസ്ട്രേഷനും ഇന്റർവ്യൂ ഒക്കെ ഓൺലൈനിലായിരുന്നോ അല്ല, ചെയ്തത്? അവര് നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ കൊച്ചിയില് മില്ലറ്റ് ഇവര് മാനേജ്മെന്റ് വന്നു, അവരാണ് വന്നു. ചെയ്തത്. ആ, യെസ്. അപ്പൊ മുമ്പ് നമ്മുടെ ഒരു അദ്വൈത് എന്ന് പറഞ്ഞ സാർ ഉണ്ടായിരുന്നു. സാർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷിലേക്ക്. സാറിന് ഇതുപോലെ അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് പിന്നെ വേക്കൻസി വന്നപ്പോഴാണോ സോന ഇവർക്ക് കൊടുത്തത്? അതിന്റെ മുമ്പേ സോന ഡോക്യുമെന്റ്സ് എല്ലാം ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? വേക്കൻസി വന്നപ്പോഴാണ് ഞാൻ കൊടുത്തത്. ഇതിനു മുന്നേ നമ്മളെ കാലിക്കറ്റ് ഒരു ഏജൻസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഹിന്ദു ടീച്ചേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്തായിരുന്നു. അത് ഖത്തറിലേക്കാ. അപ്പൊ ഞാൻ അവർക്ക് ഓൾറെഡി ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഇനി ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പൊ രണ്ട് സെയിം ഡേ ആയിരുന്നു ഇന്റർവ്യൂ. അതായത് രണ്ട് കാലിക്കറ്റും ഇന്റർവ്യൂ. അവര് ഈ അവർക്കും ഞാൻ ഏജൻസി എങ്ങനെയാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയുന്നത്? ഏജൻസി എങ്ങനെയാ നിങ്ങൾ അറിയുന്നത് ഗൾഫിലേക്ക് കൊണ്ടുപോകും? ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റഗ്രാമിലൂടെ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഏജൻസിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ ഈ ഇന്റർവ്യൂവും ഡെമോൺസ്ട്രേഷനും ഒരേ ദിവസമായിരുന്നു? സെയിം ഡേ ആയിരുന്നു. സെയിം ഡേ ആയിരുന്നു. അതായത് നമ്മൾക്ക് ഇന്റർവ്യൂ കയറുമ്പോ തന്നെ നമ്മൾ അവിടെ വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. ആ, വൈറ്റ് ബോർഡിൽ ഡെമോ ചെയ്യണമായിരുന്നു. അപ്പൊ PPT-യിലൊന്നും കാര്യം വന്നില്ല, വൈറ്റ് ബോർഡിൽ ചെയ്ത് ഇല്ല ഇല്ല, കൊടുത്താൽ വൈറ്റ് മതി. ബോർഡ് PPT ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ആ, അവര് ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ടോപ്പിക് തന്നത്, നിങ്ങൾ എടുത്തതല്ല അല്ലെ? അവര് തന്ന ടോപ്പിക്കിൽ അവര് ടോപ്പിക് എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു ഡെമോൺസ്ട്രേഷന്? ഒരു 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സ്. ആ ടീച്ചിങ് സ്റ്റൈൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലെ? സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. എൻ്റെ അടുത്ത് സെൽഫ് ഇൻട്രോ ചോദിച്ചു. അതുപോലെ നമ്മൾ ഇന്റർവ്യൂ മീൻസ് ഡെമോ എടുക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ നിന്ന് കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ ചോദിച്ചു. മാർക്കറ്റിംഗ് മിക്സ് ആയിരുന്നു ടോപ്പിക് എനിക്ക് കിട്ടിയത്, ആ, എന്തോ ബൈ ഗോഡ്സ് ഈസിയാണ്. ഗ്രേസ്. അപ്പൊ പിന്നെ ഞാനത് അടിച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ മാർക്കറ്റിംഗ് ആ, മിക്സ്? നല്ല സാലറിയാണ്. നാട്ടിൽ ഇത്ര സാലറി കിട്ടുന്നില്ലല്ലോ. നല്ല സാലറിയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി എനിക്ക് സോനന്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോബ് നോക്കുന്ന ഒരുപാട് സിംഗിൾ പാരന്റ്സും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. സിംഗിൾ പാരന്റ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അവരോട് എന്താണ് ഇങ്ങനെ ഗൾഫിലേക്ക് ജോബ് നോക്കുമ്പോൾ പറയാനുള്ളത്? സോനയുടെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് അവരോട് ഞാൻ പറയാനുള്ളത്? ഞാൻ ശരിക്കും നമ്മളെ മീൻസ് ഞാൻ അന്വേഷിച്ചിടത്തോളം നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ UAE വർക്ക് ചെയ്യുന്നവരോട് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു നീ വിസിറ്റിന് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി പോകുന്നുള്ള ഒരു കണ്ടീഷൻ 15 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ടെർമിനേഷൻ ആണ്. അപ്പം ആ ഓ. ഒരു റിസ്ക് എടുക്കാൻ ഉള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മാനിഫെസ്റ്റേഷൻ വർക്ക് എന്ന് പറയില്ലേ, അങ്ങനെ കയ്യിലുള്ളത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തു. പോവുകയും ചെയ്യും, നമുക്ക് പിന്നെ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമായി അത് അല്ലെ? ആ ആ, അങ്ങനെ അവിടെ നിന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കായിരുന്നു. അപ്പൊ കൊടുത്തു. എന്താണ് ഫ്രണ്ട്സിനോട് പറയാനുള്ളത്? അതിലായിരുന്നു നമ്മൾ ചോദിച്ചത്. ഫസ്റ്റ് ഞാൻ എന്റെ കാര്യം പറയാം. മാമിന്റെ HVIT എടുത്തോണ്ട് മാത്രമാണ് ഞാൻ ഇന്റർവ്യൂ Thank ക്രാക്ക് ചെയ്തത്. you. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ കാണുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും നമുക്ക് ആ CVന്റെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാൻ ആ പ്രൊബേഷൻ പീരീഡ് ഞാൻ ആ വീഡിയോ അവിടേക്ക്. വീഡിയോ ഈ വീഡിയോ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന് എനിക്ക് അറിയില്ല. ഞാനത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. സാധാരണ ഞാൻ ഈ റെക്കോർഡ് തീരെ കാണാത്ത ആളാ. സത്യമായിട്ടും ഞാൻ മാമിന്റെ റെക്കോർഡ് മാത്രമേ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുള്ളൂ. HBIT CV. എനിക്ക് റെക്കോർഡ് കാണുന്ന പറഞ്ഞാൽ പൊതുവേ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ മാക്സിമം ഞാൻ ലൈവ് അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഈ റെക്കോർഡ് കാണുമ്പോൾ എനിക്ക് മടുപ്പ് വരാറുണ്ട്. പക്ഷെ മാമിന്റെ നമ്മൾ HBIT ഞാൻ ഇതുവരെ റെക്കോർഡ് അല്ലാതെ കണ്ടിട്ടില്ല. എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു HBIT. അപ്പൊ അത് നല്ല താങ്ക് യു ഹെൽപ്ഫുൾ സോ ആയിട്ടുണ്ട്. മച്ച്. കാരണം മാം അതിൽ
എല്ലാം മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂവിന് നടക്കുന്ന രീതി വരെ പറഞ്ഞു. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല മാം, ഞാൻ ബോംബെയിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ദുബായ് സ്കോളറിന്റെ, ഹൈദരാബാദ് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു. അന്നൊരു നോർമൽ സി വി ആയിട്ട് പോകും. പക്ഷെ ഇത് സി വിയിലൊക്കെ ഞാൻ നല്ലോണം, സി വിയിൽ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. സി വിയിൽ അപ്പൊ അവരങ്ങ് വിളിച്ചു, പിന്നെ സി വി ഇന്റർവ്യൂ മാം ഓപ്പൺ ചെയ്തു. റിവ്യൂ പോലും മാം ചെയ്തിട്ടില്ല എന്റെ സി വി. പക്ഷെ ആ ഞാൻ നമ്മളെ എച്ച് ബി ഐ ടിന്റെ ആ ഒരു ഇത് അതെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സി വി ചെയ്തത്. ഫുൾ ഞാൻ എച്ച് ബി ഐ ടി എന്നുള്ള കോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സീരിയസ്ലി. ഏത് ബാച്ച് ആയിരുന്നു? ജനുവരി ഡിസംബർ? ഡിസംബർ ജനുവരി ബാച്ചിലാണ് ഞാൻ ബാച്ച് ജോയിൻ ഇപ്പൊ ചെയ്തത്. അപ്പൊ നടക്കുന്നേ ഉള്ളൂ എനിക്ക് സി വിയുടെ ചേച്ചി റിവ്യൂ. അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെ. ഞാൻ ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റത്തെ ഇത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് മാം ആ ഡെമോയിൽ കാണിച്ച അതേ സി വി ആണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി നാട്ടിലുള്ളവർക്ക് ഇതുപോലെ നോക്കാം. ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ ഹസ്ബൻഡുമാരുടെ അടുത്ത് പോയിട്ട് കിട്ടിയതാണോ, അതോ അവരൊക്കെ ഇങ്ങനെ പോയതാണോ ജോബിന്? ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഞാൻ എം ബി എ ചെയ്ത് റെഗുലർ ആയിട്ടാ ഫറൂഖ് ആ കോളേജ്. അപ്പം ഓക്കെ. അവിടെ നിന്നുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ ആ മാനേജ്മെന്റ് ഫീൽഡിൽ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബി എഡ് ഞാൻ തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ എക്സൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ്. തമിഴ്നാട്ടിൽ നിന്നാണ് ചെയ്തത് ബി.എഡ്. ഇപ്പൊ ഉള്ള ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്ത് റെഗുലർ അങ്ങനെ ആയിരിക്കും ചെയ്തത് അല്ലേ? അതെ അതെ അതെ, റെഗുലർ കുറെ ആണ്. പേര് ചെയ്യുന്നുണ്ടല്ലോ അത്. അതെ, അതല്ല അപ്പം ബി എഡ് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഇവിടുന്ന് പോയതാണോ, അതോ അവരവിടെ പോയിട്ടാണോ കിട്ടിയത്? കുറെ പേര് ദുബൈയിലേക്ക് നോക്കുന്നവരുണ്ട്, അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാനാ. അവര് ഫ്രണ്ട്സിന് എങ്ങനെ കിട്ടിയത്? അവരവിടെ പോയിട്ട് തന്നെ കിട്ടിയത്. അവിടെ പോയിട്ട് ജോബ് നോക്കിയതാണ് അല്ലേ? ജോബ് നോക്കിയതാണ്. ഓക്കെ. അപ്പോൾ സോനയ്ക്ക് ഒന്നും കൂടെ എന്താ പറയാ, നമ്മളെല്ലാവരും വിഷ് ചെയ്യാണ്, ഓൾ ദ ബെസ്റ്റ്. ഇനി ഇവിടെ വന്നിട്ടും സോനയ്ക്ക് എന്താ പറയാ, നല്ല സാലറിയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, സോനൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ചോദിക്കാൻ പറ്റിയ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നാട്ടിൽ നിന്നും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏജൻസിയിലൂടെയും അതുപോലെ എന്താ വേക്കൻസീസ് കാണുന്നതിലേക്കും ആപ്ലിക്കേഷൻ കൊടുത്തും ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഓക്കെ, ഏജൻസി സോനയ്ക്ക് ഇനി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷെയർ പറയാനുണ്ടോ? ചെയ്യാം മാം. എങ്ങനെ? ഏജൻസി ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അതും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു പിന്നെ ഡീറ്റെയിൽസും കൂടെ അവർക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് സോന. ടീച്ചേഴ്സ്, അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കുക. അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു, ബൈ.